ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കൊഴക്കട്ട ഉണ്ടാക്കാവേ. ചക്ക വെച്ചിട്ട് ഇത് ഞാൻ വെള്ളം ചൂടാക്കി അരിപ്പൊടി കുഴച്ച് വെച്ചേക്കുവാണ്. ഇത് ഇതുപോലെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. ഇത് കുറച്ച് ചക്ക വഴറ്റിയതുണ്ട്, അതും അല്പം തേങ്ങാപ്പീരയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. പഴുത്ത ചക്ക കിട്ടിയ കളയരുത്. നമ്മളത് ഇതുപോലെ ശകലം ശർക്കരയിട്ട് അത് വഴറ്റി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ചക്ക കിട്ടാത്ത സമയത്തൊക്കെ നമുക്കിതുപോലെ അപ്പമോ പിന്നെ ചുമ്മാതെ കഴിക്കാനൊക്കെ എടുക്കാം. ഇതിലേക്ക് അല്പം ജീരകപ്പൊടി ഇടാം. നല്ലപോലെ തേങ്ങയും ജീരകം കൂടെ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവെടുത്ത് ബോളാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് ഫില്ല് ചെയ്ത് വയ്ക്കാം. മാവെടുത്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മുടെ ഈ ചക്ക ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചക്ക നിറച്ച് കൊടുക്കുക. പരത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ചക്ക എടുത്ത് കുറേശ്ശെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് നിറച്ച് കൊടുക്കുക. നിറച്ചിട്ട് അതിനെ വീണ്ടും ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി നല്ല ബോൾ പരുവത്തിലാക്കി വയ്ക്കുക. ഒന്നും പുറത്ത് കാണരുത്, നല്ലപോലെ ഫില്ല് ചെയ്ത് വയ്ക്കണേ, അല്ലെങ്കിൽ ആവി കയറുമ്പോൾ അതെല്ലാം പുറത്ത് ചാടും. ഇതുപോലെ നല്ല ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. ഓരോന്നോരോന്ന് ഇങ്ങനെ നിറച്ച് വയ്ക്കാം. നമുക്കിതിനെ ആവി കയറ്റിയെടുക്കാം. നമ്മുടെ ചക്ക കൊഴുക്കട്ടയെല്ലാം ഞാൻ ഉരുട്ടി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റ് മതി. 10-15 മിനിറ്റിനുള്ളിൽ അത് വരും. ഇതുപോലെ നിങ്ങൾക്ക് ചക്ക കിട്ടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അല്പം വഴറ്റി വെച്ചാൽ മതി, ശർക്കരയോ പഞ്ചസാരയോ ഇട്ട്, അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിലും വഴറ്റി വയ്ക്കാം. പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ കൊഴുക്കട്ട വെന്തോ നോക്കാവേ. എല്ലാം നല്ലപോലെ വെന്തിരിക്കുകയാണ്. എല്ലാം വെന്ത് ഇങ്ങനെ സ്പൂണ് കുത്തി നോക്കുമ്പോൾ ഇത് പറ്റിയിട്ടില്ലെങ്കിൽ വെന്തിട്ടാണ്. അതുകൊണ്ട് വെന്തിട്ടുണ്ടല്ലോ. നമുക്കിനി എടുത്ത് കഴിക്കാം ഓരോന്ന്. നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയ കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട്. നോക്കി വേണ്ട, നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, കളയരുത് ചക്ക. നല്ലതാണ്. ഇലയപ്പം ഉണ്ടാക്കാം, കുമ്പിളപ്പം, വട്ടയപ്പം, കൊഴുക്കട്ട ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ചക്ക ഇതുപോലെ വഴറ്റി വയ്ക്കുക, നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം.